ഹലോ വ്യൂവേഴ്സ്, സവാരിഗിരിഗിരി ഓർമ്മയില്ലേ ഡയലോഗ്? ഒരു മലയാളിയും മറക്കാനായിട്ട് സാധ്യയില്ല കേട്ടോ. അതായത് നമ്മുടെ പഴയ രാവണപ്രഭുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ റീ റിലീസിന്റെ കാലമാണല്ലോ അല്ലേ? ലാലേട്ടന്റെ റീ റിലീസ് പടങ്ങളിലൊക്കെ ബോക്സ് ഓഫീസിൽ തൂക്കടിയാണ് കേട്ടോ. ആരാധകർക്ക് വൻ ആഘോഷമാണ്. അപ്പം നമ്മുടെ രാവണപ്രഭു 4K റിലീസ് വരുന്നുണ്ട് മക്കളെ. നിങ്ങൾ എഴുതി വെച്ചോ. ചോട്ടാ മുംബൈക്ക് ശേഷം ഓളം ഉണ്ടാക്കാൻ പോകുന്ന അടുത്ത റിലീസാണ് കേട്ടോ. അമ്മാതിരി പടമാണ് കേട്ടോ. ഞാൻ ഒരു സിനിമ കണ്ടിട്ട് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് എല്ലാ സിനിമകളും നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് കണ്ട് സെക്കൻഡ് പാർട്ട് കഴിയുമ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയും വരാറില്ല. പക്ഷെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലെവലോളം നമ്മുടെ ഹൈപ്പിനൊത്ത് വന്ന ഒരേ ഒരു പടം ഞാൻ കണ്ടില്ല. അത് നമ്മുടെ രാവണപ്രഭു ലാലേട്ടൻ്റെ കേട്ടോ. രഞ്ജിത്ത് ഡയറക്ട് ചെയ്ത ഓസം മൂവി കേട്ടോ. അപ്പോൾ അതിൻ്റെ വീണ്ടും റിലീസ് വരുവാണ് 4K. ഇന്ന് ടീസർ റിലീസ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ടീസർ ഒന്ന് കാണാം കേട്ടോ. മംഗലശ്ശേരിയിൽ അമ്മ തനിച്ചാണ്. ആ മണ്ണ് തിരിച്ചു കിട്ടണം. ആരുടെ കയ്യിൽ നിന്നായാലും ഞാൻ തിരിച്ചു വാങ്ങും. അവൻ എന്ത് ഭാവിച്ചാലും നടക്കും. അവന്റെ അച്ഛന്റെ പേര് മംഗലശ്ശേരി നീലകണ്ഠൻ ആയതുകൊണ്ട് എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. പോലെ ഇത് അയാളുടെ കാലമല്ലേ. സവാരി ഗിരിഗിരി കൈയ്യട്ട് മോനെ. ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടും, വാങ്ങും ഞാൻ. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി. കാർത്തികേയൻ. കഥയിൽ നിങ്ങളാണ് രാവണനെങ്കിൽ സീ വിടുവേ. രാമൻ ചുറ്റിപ്പോകും സാർ. എന്നാ ഞങ്ങള് ചലിക്കട്ടോ. അരി വറക്കല്ലേ. ഒന്നും പറയില്ല കേട്ടോ. വേറെ ലെവൽ. എനിക്ക് ഈ രാവണപ്രഭു ഉറങ്ങുന്ന സമയത്തൊക്കെ ഈ ട്രെയിലറും റീസിലും നമ്മുടെ ട്രെയിലർ അതുപോലെ ടീസർ പരിപാടി ഉണ്ടാവുന്നൊക്കെ എനിക്ക് അറിയില്ല കേട്ടോ. സംഭവം എനിക്ക് കണ്ടിട്ട് ഇങ്ങോട്ട് രോമാഞ്ചം വന്നിട്ട് വാക്കുകളൊന്നും വരുന്നില്ല. അപ്പോൾ ആ സമയം ഈ ടീസർ പരിപാടി ട്രെയിലർ പരിപാടി ഒന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു, ഓർമ്മയില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ട്രെയിലർ രാവണപ്രഭുവിൻ്റെ കാണുന്നത് കേട്ടോ. അടിപൊളി ഇട്ടിപ്പെട്ട് സാധനമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ലാലേട്ടൻ്റെ സ്വാഗം ഉണ്ടോ ഈ പടം ഫുള്ള് ത്രൂ ഔട്ട് ലാലേട്ടൻ്റെ സ്വാഗമാണ് കേട്ടോ. ലാലേട്ടൻ ഷോ ആണ്, ഔട്ട് ആൻഡ് ഔട്ട് ഷോ എന്ന് പറയാം. ഒരു രക്ഷയില്ല. ഡയലോഗ് ഡെലിവറി അതുപോലെ ഓരോ സീനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് മോനെ തിയേറ്ററിൽ നിന്ന് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുണ്ടല്ലോ വിസിലടിക്കും. ആ പടം മൊത്തം ഷോ ആണ്. ഒന്നൊന്നര സാധനമാണ് കേട്ടോ. ഒരു രക്ഷയില്ലാതെ കണ്ട പടമാണ് ഞാനിത്. വേറെ മാതിരി പടം. അപ്പം എഴുതി വെച്ചോ നിങ്ങൾ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചോട്ടാ മുംബൈക്ക് ശേഷം ഒരു റിലീസ് കേരളം ആഘോഷിക്കാൻ പോകുന്നുണ്ട്. അത് ഈ രാവണപ്രഭു ആയിരിക്കും. പറ്റിയ റിലീസാണ് കേട്ടോ. ഒരുപാട് ചപ്പളാച്ചി പടങ്ങളൊക്കെ റിലീസ് വരുന്നുണ്ട്. പക്ഷെ ഇത് ഞെട്ടിക്കും. ഇത് വേറെ ലെവലായിരിക്കും. ചോട്ടാ മുംബൈ കടത്തി വെട്ടി വരുള്ളൂ. കാരണം അമ്മാതിരി ഒരു ക്ലാസും മാസും എല്ലാം കൂടെ ചേർന്ന് ഒരു വേറെ മാതിരി പടമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രാവണപ്രഭു ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പോയി കണ്ടത്. വേറെ വളരെ ചെറുപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കി. അന്നൊക്കെ ഉണ്ടാക്കിയ ഒരു ഓളമുണ്ട് കേട്ടോ. അന്നൊന്നും എനിക്ക് തോന്നുന്നു പലരും പ്രതീക്ഷിച്ചിട്ടില്ല ഇത് ദേവാസുരത്തിൻ്റെ ആ ഒരു റേഞ്ച് പിടിക്കുക എന്നുള്ളത്. ദേവാസുരം ശരിക്കും പറഞ്ഞ ഒരു കൾട്ട്, ശരിക്കും പറഞ്ഞ ഒരു ക്ലാസ് പടമാണ് കേട്ടോ. അതിലും ഇത് കുറച്ചുകൂടെ അങ്ങ് കൊമേഴ്ഷ്യലായിട്ട് കുറച്ചുകൂടെ ഒരു ഇടിവെട്ടാക്കി തീർത്ത ഒരു പടമാണ് ഈ രാവണപ്രഭു. ഒന്നൊന്നര ക്ലാസ് പടം കേട്ടോ. ക്ലാസും മാസിൻ്റെയും കളിയാണ്. മോഹൻലാലും മോഹൻലാലും അങ്ങനൊരു ഇടിവെട്ട്. ഓരോ സെക്കൻഡ്സും ഗൂസ് ബംസ് തരുന്ന. കോമഡിക്ക് കോമഡി, ഡാൻസിന് ഡാൻസ്, ആക്ഷന് ഡയലോഗ്, അതുപോലെ പ്രണയത്തിന് പ്രണയം, ഇമോഷണൽ രംഗത്തിന് ഇമോഷണൽ രംഗം എല്ലാം കൂടെ ഉള്ളതാണ്. ഈ സിനിമയെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ നിർത്താൻ പറ്റില്ല. രഞ്ജിത്തിൻ്റെ ഒരു അന്യായ ഡയറക്ഷനിൽ വന്നൊരു പടമാണ് കേട്ടോ ഇത്. ആശീർവാദ് സിനിമാസ് ലാലേട്ടൻ തന്നെ, ആന്റണി പെരുമ്പാവൂറാണ് പ്രൊഡ്യൂസ് ചെയ്തത്.
രാവണപ്രഭു റിലീസ് ചെയ്യുമ്പോൾ മോനെ തിയേറ്ററിൽ നിന്ന് കത്തും. അത് ചോട്ടാ മുംബൈക്ക് ശേഷം ഉറപ്പായിട്ടും ചോട്ടാ മുംബൈക്ക് ശേഷം വരാൻ പോകുന്ന വേറെ ഒരു മാതിരി പടമായിരിക്കും. മാസ് സംഭവമായിരിക്കും കേട്ടോ. ഭയങ്കര വെയിറ്റിംഗ് ആണ് ഈ പടം റിലീസ് കാണാൻ വേണ്ടിയിട്ട്. ചോട്ടാ മുംബൈ കണ്ടപ്പോൾ തന്നെ റിലീസിന് വന്നപ്പോൾ വേറെ നിങ്ങൾ കണ്ടാണല്ലോ റീൽസിലും, പിന്നെ നിങ്ങൾ നേരിട്ട് പോയി കണ്ടപ്പോഴും ഒക്കെ നിങ്ങൾ അറിഞ്ഞായിരിക്കുമല്ലോ. അപ്പം രാവണപ്രഭു കൂട്ടെങ്ങാനും വന്നാലോ വേറെ ആ സ്വാഗം ഉണ്ടല്ലോ. ഇതിലെ ചില ഷോട്ടൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളി ആ വണ്ടിയിൽ നിന്ന് സ്കോർപ്പിയോയിൽ നിന്ന് സ്കോർപ്പിയോ ആണെന്ന് തോന്നുന്നു, ഏതാ വണ്ടി എന്ന് ഓർമ്മയില്ല, അതിൽ നിന്ന് ഇറങ്ങിയ ഇൻട്രോ സീനൊക്കെ ഉണ്ട്. വേറെ ഒരു രക്ഷയില്ല. നമ്മൾ വേറൊരു പടത്തിൽ പുള്ളിയുടെ ഇത്ര ഇങ്ങോട്ട് ഇങ്ങനെ രഞ്ജിത്ത് ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുവാണ്. പുള്ളിയുടെ ഷോയാണ്, വൺ മാൻ ഷോ ആണ് ആ പടം. അച്ഛനായിട്ട് വന്നൊരു സൈഡില്, മോനായിട്ട് വന്നൊരു സൈഡില് അന്യായ പടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റ് വെയിറ്റിംഗ് ആണ് ഇതിന് വേണ്ടിയിട്ട്. എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫസ്റ്റ് ഷോ തന്നെ റിലീസിന് പോയി കാണണം. പെട്ടയ്ക്ക് സംഭവം.